ഹലോ അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തേനീച്ച പരിപാലനമാണ് കേട്ടോ. ഇതും നമ്മുടെ അടുത്തുള്ളൊരു ഏർപ്പാടാണ്. നമ്മൾ കൃഷീൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മൾ തേനീച്ച കൃഷിയാണ്. എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയൊരു പരിപാടി ആയിട്ടത്. അപ്പോൾ നമ്മൾ ഇന്നായി അതിന് തേനീച്ചയ്ക്ക് ഫീഡിങ് കൊടുക്കുകയാണ്, അതായത് തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സീസൺ വരാനായി ഏകദേശം ഒരു 10-20 ദിവസം കൊണ്ടൊക്കെ നമുക്ക് തേന് വരവ് തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അവരെ ഒന്ന് സ്ട്രെങ്ത്ത് മെച്ചപ്പെടുത്തിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈച്ചനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മളതിൽ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കറക്റ്റ് ടൈമിൽ അവർക്ക് ഫീഡിങ് കൊടുക്കുക. കാരണം അവർക്ക് കഴിക്കാനുള്ള തേനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു, പിന്നെ അവർ പട്ടിണിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മഴക്കാലം മുതൽ കൊടുക്കണ പഞ്ചസാര ലായനി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി തേൻ വരുന്നവരെ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കൊടുക്കലും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാലന രീതികളും. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ തേൻ വരാനുള്ള സമയമായിന്ന്. അപ്പോൾ തേന് പ്രകൃതിയിൽ വരാൻ സമയമായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ആണീച്ചനെ ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. കാരണം അവർക്ക് സെറ്റ് പിരിഞ്ഞ് പോകാനും കൂടുതൽ അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് ആണീച്ചനെ ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. അത് നമുക്ക് നഷ്ടമാണ്. ആണീച്ചനെ നമ്മൾ ഇതുപോലെ വെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ, ഒഴിവാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൂടി നമുക്ക് നഷ്ടമാവും. പെട്ടെന്ന് അവർക്ക് സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള ടെൻഡൻസി വരും. പിന്നെ അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന തേന് പെട്ടെന്ന് കുടിച്ച് പറ്റിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ തേന് ആ കൂട്ടിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആണീച്ചനെ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒഴിവാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ പുതിയ മുട്ട പുതിയ മുട്ട അതിൽ കൊടുന്നിടും. അത് ചിലപ്പോൾ ആണീച്ചൻ്റെ മുട്ടയാവും, ചിലപ്പോൾ പെണ്ണീച്ചൻ്റെ മുട്ടയാവും. ആണീച്ചൻ്റെ മുട്ട ഇടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ, കുറച്ച് മുട്ടയൊന്നും കുഴപ്പമില്ല. ഒരട പൂർണ്ണമായിട്ടൊക്കെ ആണീച്ചനുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കും. ഈ പരിപാടി നമ്മൾ തേന് പ്രകൃതിയിൽ വരുന്ന സമയം വരെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. തേൻ വരൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പ്രശ്നം നമുക്ക് വരില്ല. തേൻ വന്ന് തുടങ്ങി ഒരാഴ്ച വരെ നമ്മൾ ചെയ്യണം. അതിനുശേഷം പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് 40 പെട്ടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം തണ്ണിമത്തൻ്റെ സീസണോ ഇതിൻ്റെ സീസണോ ഒന്നിച്ചാണ് വന്നത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നോട്ടത്തിൻ്റെ കുറവുകൊണ്ടൊക്കെ മിസ്സായി. ഏകദേശം ഒരു 8-10 പെട്ടികൾ നമ്മൾ കയ്യിലിട്ടപ്പോൾ. അപ്പോൾ ഇതാട്ടോ പെട്ടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ റബ്ബറിനോട് ചാരിയിട്ടോ നമ്മൾ പെട്ടികളൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങളെ റാണീച്ചനെ കണ്ടുക്കണം. ഇതാണ് കേട്ടോ റാണീച്ച. ഒരു റാണി ഒരു കൂട്ടിലുണ്ടാവുള്ളൂ. ആ റാണിയാണ് കേട്ടോ ആ കൂട് നിയന്ത്രിക്കുന്നത്. റബ്ബറെല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി പുതിയ ഇല വരുന്ന സമയത്തോട്ടോ തേൻ വരിക. തേൻ വരാറായി എന്ന് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ ഇതേപോലെ അവർ മുകളിലേക്ക് അട ഉണ്ടാക്കും. ഈ അടയിലാണ് അവർ തേൻ ശേഖരിക്കുക കേട്ടോ.